നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പാക്ക് ഒന്ന് ട്രൈ ചെയ്യണേ. ഫേസ് ഗ്ലോയിങ് ആക്കി നിർത്താൻ വേണ്ടി നമ്മൾ പല ക്രീമുകളും മേടിച്ച് അപ്ലൈ ചെയ്തിട്ടാണ് ഫേസ് ഗ്ലോയിങ് ആക്കി നിർത്തുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ഈ പറയുന്ന പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രീം ഇടാതെ തന്നെ നിങ്ങളുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആക്കി നിർത്തുന്നതാണ്. എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതിന് ഒരു അടിപൊളി പാക്കാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതെന്തായാലും തയ്യാറാക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നൊക്കെ ഫേസ് സ്കിന്നൊക്കെ ഗ്ലോയിങ് ആക്കി നിർത്താൻ ഇന്ന് പല ക്രീമുകളും നിലവിലുണ്ട്. അതൊക്കെ മേടിച്ച് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ കുറേ മേക്കപ്പും ഒക്കെ ഇട്ട് ഫേസ് ഒക്കെ ഗ്ലോയിങ് ആക്കി നിർത്താൻ നമ്മൾ നോക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റുകൾ അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് സ്കിന്നിന് മുന്നോട്ട് ചെല്ലും തോറും ക്യാൻസർ രോഗത്തിന് വരെ ഇടയാക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്ക് മേക്കപ്പുകൾ ഉപയോഗിക്കാതെ, മേക്കപ്പ് ക്രീമുകൾ ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് നമ്മുടെ ഫേസ് സ്കിൻ ഗ്ലോയിങ് നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ പറയുന്ന രീതി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കി നിർത്താൻ സാധിക്കും. എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം. എന്തായാലും അത് തയ്യാറാക്കിയിട്ടുള്ള റിസൾട്ട് ഒക്കെ ആണ്. അതിലേക്ക് നമുക്ക് പോകാം. നമുക്ക് പാക്ക് തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പകുതി മുറി ഒരു നല്ല പഴുത്ത പഴുപ്പനായിട്ടുള്ള പഴം വേണം. അതായത് നേന്ത്രപ്പഴം. നമ്മുടെ ഈ ഒരു പഴത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം, വിറ്റാമിൻ സി, വിറ്റാമിൻ B6, ഫൈബർ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഈ പഴം നല്ല പോലെ ഞെരടിയെടുക്കണം. ഒരിക്കലും മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കരുത്. കൈകൾ കൊണ്ട് തന്നെ നമ്മളിത് ഉടച്ച് എടുക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ നല്ല പോലെ ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കടലമാവ് പൊടി എന്ന് പറയുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. അതിനുശേഷം അടുത്തതായി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മുൾട്ടാണി മിട്ടി പൗഡറാണ്. നമ്മുടെ സ്കിന്നിൻ്റെ അനാവശ്യമായിട്ടുള്ള ഓയിലിനെയൊക്കെ വലിച്ചെടുക്കാനായിട്ട് മുൾട്ടാണി മിട്ടി പൗഡറിൽ നിന്ന് സാധിക്കും. അതിനുശേഷം അരമുറി ലെമൺ ജ്യൂസും കൂടി ചേർത്ത് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. വെള്ളവും ഒന്നും ചേർക്കേണ്ട. ആ പഴത്തിനകത്ത് തന്നെ നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇടുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ ഫേസിലിട്ട് 1 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് നോക്കണം. 1 മിനിറ്റ് മസാജ് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് നല്ല പോലെ ഇറങ്ങും. സ്കിൻ നല്ല സ്മൂത്ത് ആവാനും നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് തന്നെ തുടച്ച് മാറ്റാനും പിന്നെ ടാനും എല്ലാം പെട്ടെന്ന് തന്നെ മാറ്റി സ്കിന്നിന് ഒരു നല്ല പോലെ ഷെയ്ഡ് കൂട്ടിയെടുക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. 3 മിനിറ്റോളം വെക്കുന്നുണ്ട്. 3 മിനിറ്റിന് ശേഷം തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾ കണ്ടോ? ലൈവായിട്ട് തന്നെ കണ്ടല്ലോ. ഇതേപോലെ നിങ്ങളുടെ ഫേസ് സ്കിന്നിനും ഇതേ രീതിയിൽ ഷെയ്ഡ് കൂട്ടിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് കയ്യിലും കാലയിലും ഒക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബാക്കി വരുന്നത് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു പാക്ക് ഒന്ന് ചെയ്ത് നോക്ക്. നല്ല മാറ്റം നിങ്ങൾക്ക് കിട്ടും. കണ്ടല്ലോ, ഫേസ് ഗ്ലോയിങ് ആക്കുന്ന ആ ഒരു പാക്ക് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ കണ്ടല്ലോ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. 100% നിങ്ങളുടെ ഫേസ് സ്കിൻ ഗ്ലോയിങ് ആക്കാൻ സാധിക്കുന്നത്. റിസൾട്ട് എന്തായാലും വന്ന് എന്നോട് പറയണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.